കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ പൊതുനിരത്തിലെ റാലിക്കും പാർട്ടി പരിപാടികൾക്കും തടയിട്ട് മദ്രാസ് ഹൈക്കോടതി. പൊതുമാനദണ്ഡം പുറത്തിറക്കും വരെയാണ് വിലക്ക്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദുരന്തത്തിന് പിന്നാലെ വിജയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുങ്ങി. ഇതെന്ത് രാഷ്ട്രീയ പാർട്ടിയെന്നും കോടതിയുടെ പരിഹാസം. വിജയ്ക്കെതിരെ കേസെടുക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചു. ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിച്ചു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, അതിന് പുറമെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ വേണം എന്ന് കോടതി നിലപാടെടുക്കുകയാണ്. വിഷയം പരിഗണിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ TVKക്കും വിജയ്ക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതെന്ത് രാഷ്ട്രീയ പാർട്ടിയാണ്? ദുരന്തമുഖത്ത് നിന്ന് ഒളിച്ചോടുന്ന നേതാവ് എന്ത് നേതാവാണ് എന്നുള്ള ചോദ്യമൊക്കെ കോടതി ഉയർത്തുന്നു. പോലീസ് ഇത്രയും നടപടികൾ സ്വീകരിച്ചാൽ മതിയായിരുന്നോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെയും പോലീസിനെയും കൂടി കോടതി കുറ്റപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങൾ റഹീസ്. മുഹമ്മദ് റഹീസിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ഇന്ന് ഈ കരൂർ ദുരന്തം പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് TVKക്ക് വിജയ്ക്ക് നേരിടേണ്ടി വന്നത്. ഒരു പരിഹാസ രൂപത്തിൽ ഇതെന്ത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഇതെന്ത് നേതാവാണ് എന്നുള്ള ചോദ്യം വിജയ്ക്കും TVKക്കും നേരെ കോടതി ഉയർത്തുന്നത് കണ്ടു. ഇവിടെ ഇത്രയും ആൾക്കൂട്ടമുണ്ടാകും, അതിൻ്റെ സംഘാടനത്തിൽ ഇന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യമൊക്കെ TVKക്ക് പാളിപ്പോയി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതി. മറ്റൊന്ന്, പോലീസ് ഇതുവരെ 2 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത്. കൂടുതൽ നടപടികളിലേക്ക് എന്തുകൊണ്ട് കടന്നില്ല, വാഹനം എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഇതിലൊരു പ്രത്യേക അന്വേഷണ സംഘം കൂടി വരികയാണ്. ഒപ്പം TVKക്കും വിജയ്ക്കും നേരിടേണ്ടി വന്ന വിമർശനം. ഇത്രമാത്രം നടപടികളെ ഈ വിഷയത്തിൽ സ്വീകരിച്ചുള്ളോ, നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ സ്വീകരിച്ചുള്ളോ എന്നുള്ള പോലീസിനോടുള്ള കോടതിയുടെ ചോദ്യം. വിവരങ്ങൾ റഹീസ്. അതിരൂക്ഷ വിമർശനമാണ് TVKക്കും വിജയ്ക്കും നേരെ ഉണ്ടായത്. പ്രത്യേകിച്ച് വിജയ്ക്ക് നേരെ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞൊരു നേതാവ് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിനെതിരായ വിമർശനമൊക്കെയും ഈ മദ്രാസ് ഹൈക്കോടതിയുടെ പ്രിൻസിപ്പൽ ബെഞ്ച് അദ്ദേഹത്തിനെ വിമർശിച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ വിജയ് സ്വീകരിച്ച ഓരോ നടപടിയെയും ഓരോ നിലപാടിനെയും കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. ഇത്രയും പേർ മരിക്കുമ്പോൾ, ഇത്രയും പേർ മരിച്ചൊരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി പരിപാടിക്ക് എത്തിയവരാണ് ഇങ്ങനെ മരിച്ചത്. അപ്പോൾ 41 പേർ മരിച്ചു. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നേതാവിന് ആ സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങിക്കളയാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും കോടതി ഉന്നയിച്ചത്. അതിൽ തന്നെ വിജയുടെ മാനസിക നില എന്താണ്, ഇതെന്ത് പാർട്ടിയാണ്, ഇതെന്ത് നേതാവാണ് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതിരൂക്ഷ വിമർശനം വിജയ്ക്ക് നേരിടേണ്ടി വന്നു. മാത്രമല്ല, ഈ പരിപാടിയിൽ ഒരു തരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം വെള്ളവും ഭക്ഷണവും ഒന്നും നൽകിയില്ല. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പോലീസ് നിർദ്ദേശങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കോടതിക്ക് ഇത് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് കടുത്ത അമർഷമുണ്ട്, ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുന്നു. അതിനുശേഷമാണ് കോടതി ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ രൂപീകരിച്ചതായി അറിയിച്ചിരിക്കുന്നത്. നോർത്ത് സോൺ IG-യുടെ നേതൃത്വത്തിൽ, അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം വരുന്നതായി കോടതി പറയുന്നു. ആ അന്വേഷണ ഉത്തരവിൽ, കോടതിയുടെ ഉത്തരവിൽ തന്നെ അത്തരത്തിൽ വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് പോലീസിനെതിരെയും വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.